നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ താമസിക്കുന്നവർക്ക് ഗർഭകാലത്ത് ലഭിക്കുന്ന സൗജന്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, അതായത് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഇന്നത്തെ വിഷയം. ജർമ്മനിയിൽ കുടിയേറി കുടുംബം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ഗർഭിണികളായവർക്കും വലിയ ആശ്വാസമാണ് രാജ്യത്തെ സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ മൂലം നടപ്പിലാക്കിയിരിക്കുന്നത്. ഗർഭകാലം മുതൽ പ്രസവശേഷമുള്ള പരിചരണം വരെ നീളുന്ന വിപുലമായ സേവനങ്ങളാണ് ഇൻഷുറൻസ് വഴി സൗജന്യമായി ലഭിക്കുന്നത്. ഇക്കാര്യങ്ങൾ പലർക്കും അറിയാമെങ്കിലും ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ എക്സ്ക്ലൂസീവിലൂടെ നൽകുന്നത്. പ്രത്യേകിച്ച് പുതുതായി ഇവിടെ എത്തിയ യുവജനങ്ങൾക്കും യുവ കുടുംബങ്ങൾക്കും ഈ വിവരങ്ങൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ മുട്ടർ പാസ്, അതായത് ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ, അതായത് പ്രൗനാർട്സിനെ കാണുക. ഡോക്ടർ നിങ്ങൾക്ക് മുട്ടർ പാസ്, അതായത് ഒരു ചെറിയ ബുക്ക് നൽകും. ഗർഭകാലത്തെ എല്ലാ പരിശോധനകളും ഇതിലാണ് രേഖപ്പെടുത്തുക. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ രേഖ അത്യന്താപേക്ഷിതമാണ്. അടുത്തത് പ്രധാന ആനുകൂല്യങ്ങൾ, അതായത് സൗജന്യ പരിശോധനകൾ. കൃത്യമായ ഇടവേളകളിലുള്ള ഡോക്ടർ പരിശോധനകൾ, ചുരുങ്ങിയത് 3 അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ എന്നിവ സൗജന്യമാണ്. അതുപോലെ തന്നെ രക്തപരിശോധന, മൂത്രപരിശോധന, പ്രമേഹ പരിശോധന, അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നിവയും ഇൻഷുറൻസ് പരിധിയിൽ വരും. അടുത്തത് മിഡ് വൈഫ് സേവനമാണ്, അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഹേബാമെ. ജർമ്മനിയിൽ ഹേബാമെമാരുടെ, അതായത് മിഡ് വൈഫ്സിന്റെ സേവനം വളരെ പ്രധാനമാണ്. ഗർഭകാലത്തെ സംശയങ്ങൾക്കും പ്രസവത്തിന് ശേഷവുമുള്ള പരിചരണത്തിനും ഇവരുടെ സഹായം തേടാം. പ്രസവശേഷം 8 ആഴ്ച വരെ ഇവർ നിങ്ങളുടെ വീട്ടിലെത്തി അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം പരിശോധിക്കും. ഇതിനുള്ള ചെലവ് ഇൻഷുറൻസ് കമ്പനിയാണ് വഹിക്കുന്നത്. ശ്രദ്ധിക്കുക, ഹേബാമയെ നേരത്തെ തന്നെ കണ്ടെത്തുക, കാരണം ഇവർക്കിവിടെ വലിയ ഡിമാൻഡാണ്. അടുത്തത് മരുന്നുകളും സാമഗ്രികളുമാണ്. പ്രസവകാലത്തോ പ്രസവശേഷമോ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾക്ക്, അതായത് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ അയൺ സപ്ലിമെന്റ്സ്, പണം നൽകേണ്ടതില്ല. അടുത്തത് വീട്ടു സഹായമാണ്, അതായത് ഹൗസ് ഹോൾഡ് ഹിൽഫെ എന്ന് പറയും. പ്രസവശേഷമോ ഗർഭകാലത്തോ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ സഹായത്തിന് മറ്റാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇൻഷുറൻസ് വഴി ഒരു സഹായിയെ, അതായത് ഒരു ഹെൽപ്പറെ ഹൗസ് ഹോൾഡ് ഹിൽഫെ ലഭിക്കും എന്നാണ് ചട്ടം. അടുത്തത് പ്രസവ ചെലവുകളാണ്. ആശുപത്രിയിലെ പ്രസവം അല്ലെങ്കിൽ ബർത്ത് സെന്ററുകളിലെ പ്രസവം, ഇനിയും അല്ലെങ്കിൽ വീട്ടിലെ പ്രസവം, അത് ചുരുക്കമാണ്, എന്നിവയുടെ ചിലവ് മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയാണ് വഹിക്കുക. അടുത്തത് മെറ്റേണിറ്റി അലവൻസ് ആണ്. മുട്ടർഷാപ്സ് ഗെൽഡ് ആണ്. ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടർഷാപ്സ് ഗെൽഡ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവത്തിന് 6 ആഴ്ച മുമ്പും 8 ആഴ്ച ശേഷവും ലഭിക്കുന്ന അവധിക്കാലത്ത് ഇൻഷുറൻസ് പ്രതിദിനം 13 യൂറോ വരെ നൽകും. ബാക്കി തുക തൊഴിലുടമ നൽകുന്നത് വഴി ഒരാൾക്ക് സാധാരണ ലഭിക്കുന്ന ശമ്പളം ഉറപ്പാക്കാം. അടുത്തത് പ്രസവശേഷമുള്ള വ്യായാമങ്ങളാണ്. പ്രസവശേഷം ശരീരം പഴയ നിലയിലാക്കാൻ സഹായിക്കുന്ന പോസ്റ്റ്നേറ്റൽ എക്സർസൈസസ്, അതായത് ക്ലാസുകൾക്ക് 10 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതിന് ഇൻഷുറൻസ് കമ്പനിയാണ് പണം നൽകുന്നത്. ഇനി അടുത്തത് കൂടുതൽ ആനുകൂല്യങ്ങൾ, അതായത് ബോണസ് പ്രോഗ്രാംസ്. പല ഇൻഷുറൻസ് കമ്പനികളും അധിക സേവനങ്ങൾ നൽകാറുണ്ട്. ഇനി ഗർഭകാലത്തെ ഡെന്റൽ ക്ലീനിംഗ്, പങ്കാളിക്കൊപ്പമുള്ള പ്രസവ പരിശീലന ക്ലാസുകൾ, കൃത്യമായി എല്ലാ പരിശോധനകളും നടത്തുന്നവർക്ക് 300 യൂറോ വരെ ബേബി ബോണസായി ചില കമ്പനികൾ നൽകാറുമുണ്ട്. ഇനി അടുത്തത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി, ഉദാഹരണത്തിന് ടീക്ക അല്ലെങ്കിൽ ആവക്ക അല്ലെങ്കിൽ ബാർമർ, ഈ കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവർ നൽകുന്ന അധിക ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ ബില്ലുകളും രേഖകളും സൂക്ഷിച്ചു വെക്കാനും മറക്കരുത്. ഇനി ഗർഭകാലത്തെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്ക് പുറമെ 2026 ജർമ്മനിയിലെ പുതിയ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന മറ്റ് പ്രധാന ആനുകൂല്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. ജർമ്മനിയിൽ കുട്ടി ജനിച്ചാൽ ലഭിക്കുന്ന മറ്റ് സാമ്പത്തിക സഹായങ്ങളും അവകാശങ്ങളുമാണ്. ഇതിൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്ക് പുറമെ ജർമ്മൻ സർക്കാർ നൽകുന്ന മറ്റ് പ്രധാന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കിൻഡർഗെൽഡ്, അതായത് ചൈൽഡ് ബെനിഫിറ്റ്, 2026 പുതിയ നിരക്ക്. കുട്ടികളുടെ ചിലവുകൾക്കായി മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന പ്രതിമാസ സഹായമാണിത്. പുതുക്കിയ തുക 2026 ജനുവരി 1 മുതൽ കിൻഡർഗെൽഡ് ഓരോ കുട്ടിക്കും പ്രതിമാസം 259 യൂറോയാണ്. ഇത് നേരത്തെ 255 യൂറോയാണ്. കുട്ടികൾക്ക് 18 വയസ്സ് തികയുന്നവരെ ഇത് ലഭിക്കും. ഇനിയും പഠിക്കുകയാണെങ്കിൽ 25 വയസ്സ് വരെയും ലഭിക്കും. ഇത് നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തത് എൽറ്റൻഗൾഡ് ആണ്. ഈ എൽറ്റൻഗൾഡ് എന്ന് പറയാതെ പേരന്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ കുട്ടി ജനിച്ച ശേഷം ജോലിയിൽ നിന്ന് അവധി എടുക്കുമ്പോൾ ശമ്പളത്തിന് പകരമായി ലഭിക്കുന്ന തുകയാണ്. ഈ തുക ഓരോരുത്തരുടെയും ശമ്പളത്തിന്റെ ഏകദേശം 65% തുകയാണ് ലഭിക്കുക. പ്രതിമാസം 300 യൂറോ മുതൽ 1800 യൂറോ വരെ ഇത് ഗവൺമെന്റ് ആണ് നൽകുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് ഭയങ്കര നല്ല ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു.
തുടരുന്നുണ്ട്. മിക്ക ആളുകളും 3 വർഷം വരെ ഇത് എടുക്കാവുന്നത് കൊണ്ട് 3 വർഷം വരെയും എൽറ്റൺ ഗൾഡ് വാങ്ങിക്കൊണ്ടാണ് കുട്ടികളെ പരിപാലിക്കുന്നത്. അടുത്തത് ഇതിന്റെ കാലാവധി സാധാരണയായി 12 മാസം വരെ ലഭിക്കും. ഇനിയും പങ്കാളി കൂടി അവധി എടുക്കുകയാണെങ്കിൽ അത് 14 മാസം വരെ നീട്ടുകയും ചെയ്യാം. എന്നാൽ 3 വർഷം വരെ ഇതിന്റെ ഒരു കാലാവധിയുണ്ട്. അതിന് സാമ്പത്തിക ബെനിഫിറ്റുകൾ കുറവായിരിക്കും. അടുത്തത് നിബന്ധന 2026 നിയമപ്രകാരം ദമ്പതികളുടെ വാർഷിക വരുമാനം 3 ലക്ഷം യൂറോയിൽ കൂടുതലാണെങ്കിൽ ഇതിന് അർഹതയില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ അത്രയും മലയാളികൾക്കുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അടുത്തത് എൽറ്റൺ സൈറ്റ് ആണ്. എൽറ്റൺ സൈറ്റ് അതായത് പേരന്റൽ ലീവ്, കുട്ടിയെ നോക്കാൻ വേണ്ടി ജോലിയിൽ നിന്ന് അവധി എടുക്കാനുള്ള നിയമപരമായ അവകാശമാണിത്. ഓരോ കുട്ടിക്കും ഞാനത് പറഞ്ഞു കഴിഞ്ഞു, 3 വർഷം വരെ അവധി എടുക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. ഇനി ജോലി സുരക്ഷയുടെ കാര്യം ചോദിച്ചാൽ ഈ കാലയളവിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഒരു തൊഴിൽ ഉടമയ്ക്കും കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കും അറിയില്ല. ഇക്കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പലരും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പലർക്കും അത് തെറ്റായ ധാരണ ഉള്ളതുകൊണ്ട് സംശയത്തിന്റെ പേരിൽ ജോലി പോകുമോ, ഇനിയും എൽറ്റൺ സൈറ്റിൽ കയറാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോ ഞങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി തിരികെ വരുമ്പോൾ പഴയ തസ്തിക തന്നെ തുല്യമായ മറ്റ് ജോലികൾ തരാൻ കമ്പനി ബാധ്യസ്ഥരാണെന്നുള്ള ഒരു കാര്യമാണ്. അടുത്തത് മുട്ടർ ഷുട്ട്സ് ആണ്. അതായത് മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻ. ഗർഭിണികളെയും പുതിയ അമ്മമാരെയും സംരക്ഷിക്കുന്ന കർശനമായ ഒരു നിയമമാണിത്. ഇതിന്റെ അവധി പ്രസവത്തിന് 6 ആഴ്ച മുമ്പും 8 ആഴ്ച ശേഷവും നിർബന്ധിത അവധിയാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഈ സമയത്ത് പൂർണ്ണ ശമ്പളം ലഭിക്കാനും നിയമമുണ്ട്. അടുത്തത് മുലയൂട്ടൽ സമയം. അതായത് ജോലിയിൽ തിരികെ പ്രവേശിച്ച ശേഷം കുഞ്ഞിനെ മുലയൂട്ടാൻ പ്രത്യേക സമയം, അതായത് സ്റ്റിൽ സൈറ്റ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും, അനുവദിക്കാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ഇതിന് ശമ്പളം കുറയ്ക്കുകയും ഇല്ല, കുറയ്ക്കാൻ പാടില്ലെന്നാണ് ചട്ടം. അടുത്തത് ഗർഭഛിദ്രം സംഭവിച്ചാലുള്ള സംരക്ഷണം. അത് ഏറ്റവും പുതിയ ഒരു നിയമമാണ്. 2025 ജൂൺ മുതലാണ് ഇത് നിലവിൽ വന്നത്. നിയമപ്രകാരം 13ാം ആഴ്ചയ്ക്ക് ശേഷം ഗർഭഛിദ്രം അതായത് മിസ്കാരിയേജ് സംഭവിക്കുന്ന സ്ത്രീകൾക്കും ഇപ്പോൾ മുട്ട ഷൂട്ട്സ് അവധിക്ക് അവകാശമുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുതുതായി വന്നിട്ടുള്ളവർക്ക് ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി ഒരു കാരണവശാലും അറിവുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ 13ാം ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഗർഭഛിദ്രം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് അവധിക്ക് അവകാശമുണ്ടെന്നുള്ളത്. അതായത് 13ാം ആഴ്ചയിൽ 2 ആഴ്ചത്തെ അവധി, ഇനി 17ാമത്തെ ആഴ്ചയിലാണെങ്കിൽ 6 ആഴ്ചത്തെ അവധി, 20ാമത്തെ ആഴ്ചയിലാണെങ്കിൽ 8 ആഴ്ചത്തെ അവധി. ഇത്രയുമാണ് അവകാശമുള്ളത്. ഇനി പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നതിന് ജർമ്മനിയിൽ താമസിക്കുന്നവരും ടാക്സ് അടയ്ക്കുന്നവരും ആയിരിക്കണം. അതായത് നാട്ടിൽ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നിട്ട് വീണ്ടും നാട്ടിൽ പോവുകയാണെങ്കിൽ ഇതൊന്നും ലഭിക്കില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള അടവുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളവരായിരിക്കും. അതുപോലെ എൽറ്റൺ ഗൾഡും കിൻഡർ ഗൾഡും ഇവയ്ക്ക് പ്രത്യേകം അപേക്ഷയും നൽകേണ്ടതുണ്ട്. ഇതിനായി ഫമീലിയൻ കാസ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം. ഫമീലിയൻ കാസയിൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും, ടെലിഫോണും വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നീട് അത് ഓൺലൈനായി മാറ്റിയാൽ മതി. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് അല്ലെങ്കിൽ അപേക്ഷാ ഫോമുകൾക്ക് ജർമ്മൻ സർക്കാരിന്റെ BMF-SFJ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായി മനസ്സിലാക്കാൻ പറ്റും. പലതും മനസ്സിലാക്കണമെങ്കിൽ കൂടുതലായിട്ട് തന്നെ അത് അന്വേഷിച്ച് സമയമെടുത്ത് വെബ്സൈറ്റ് മുഴുവൻ പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ എല്ലാം രത്ന ചുരുക്കമാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.